Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും നോക്കിയോ? Yes, നോക്കി ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം കേട്ടോ. ചാപ്റ്റർ ലേബറും ഒരു മിനിറ്റ്. നെക്സ്റ്റ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ അല്ലേ എടുത്തത് കഴിഞ്ഞ ദിവസം? അല്ലേ? ഇനി ന്യൂ ബോൺ കെയർ മുതലല്ലേ എടുക്കാനുള്ളത് മിസ്? അതെ, അവിടെ തൊട്ട്. ന്യൂ ബോൺ കെയർ എന്ന് വെച്ചാൽ എന്താണ്? നവജാത ശിശുവിന്റെ പരിപാലന അല്ലെ? ന്യൂ ബോൺ ബേബീസ് കെയർ. അവർക്ക് എങ്ങനെയുള്ള പരിചരണമാണ് നൽകേണ്ടത് ലേബർ റൂമിൽ അല്ലെ? നെസസറി കെയർ at birth of a newborn is compulsory for all labor rooms and obstetrics OT of the delivery point. എന്താണ് നമുക്ക് ന്യൂ ബോൺ ബേബീസിന് കമ്പൽസറി ആയിട്ട് അല്ലെ എന്ത് വേണം? നിർബന്ധമായിട്ടും അവർക്ക് വേണ്ട പരിചരണങ്ങൾ ലഭിക്കണം. ഇപ്പൊ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടേക്ക് എന്തേലും ആരാ വരുന്നേ? ബേബീസിനെ ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പീഡിയാട്രിഷ്യൻ വരാറില്ലേ? ആ ബേബിയുടെ ഹെൽത്ത് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? എന്താണ് ബേബി ഓക്കെ ആണോ, ഹെൽത്ത് ആ കുഞ്ഞിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഡെലിവറി കഴിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മുടെ പീഡിയാട്രീഷ്യൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ന്യൂ ബോൺ ബേബീസിന്റെ ഹെൽത്ത് എന്താണ് കെയർ ബർത്തിന്റെ സമയത്ത് അവരെന്താണ് ഹെൽത്ത് പരിശോധിക്കുക എന്താണ് നിർബന്ധമായിട്ടും. ആൻഡ് ഒബ്സ്ട്രക്റ്റിക്സ് OTs ഓഫ് ദി ഡെലിവറി പോയിന്റ്. ഡെലിവറി സമയത്ത് ഒബ്സ്ട്രക്റ്റിക്സ് അല്ലെ? ആ സമയത്ത് ഡെലിവറി ആ പോയിന്റില് പ്രസവം നടക്കുന്ന ആ സമയത്ത് വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. ആരൊക്കെയാണ് ഈ ബേബിയുടെ കെയറിന് വേണ്ടി ലേബർ റൂമിൽ ആവശ്യമായിട്ട് വരുന്നത്? വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ അല്ലെ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള പീഡിയാട്രീഷ്യൻ ഉണ്ടായിരിക്കണം, സ്റ്റാഫ് നഴ്സസ് ഉണ്ടായിരിക്കണം, അതിന് സപ്പോർട്ട് സ്റ്റാഫുകളും ഉണ്ടായിരിക്കണം. ദ സർവീസ് ഗിവൺ അറ്റ് ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസ് കൺസിസ്റ്റ് ഓഫ്. ലേബർ റൂമില് ന്യൂ ബോൺ ബേബീസിന്റെ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, സൗകര്യങ്ങളാണ് ഉള്ളത്? എന്തൊക്കെയാണ്? കെയർ അറ്റ് ബർത്ത് അല്ലെ? ബർത്തിന്റെ സമയത്ത് അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ന്യൂ ബോൺ ബേബീസിന് പരിചരണം ലഭിക്കുന്നുണ്ട് അല്ലെ? കെയർ ലഭിക്കുന്നുണ്ട്. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ന്യൂ ഹോൺ അല്ല ട്ടാ, ന്യൂ ബോൺ ആണ് ട്ടാ.
ന്യൂ ബോൺ ആണ്. എന്താണ് അവർക്ക് ബേസിക് ആയിട്ടുള്ള കെയർ ലഭിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ എന്താണ് കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിക്ക് ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് വേണ്ടി എന്താണ് സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കെയർ നൽകുന്നുണ്ട്. റെസൂസിറ്റേഷൻ അല്ലെ, പുനരുജ്ജീവനം. ഇപ്പൊ ചില ബേബീസ് പ്രസവിച്ച് ആ സമയത്ത് അവർക്ക് അറിയൊന്നുമില്ല അല്ലെ, ശരിക്കും എന്താണ് ആ ഡെലിവറി നടന്ന ആ സ്പോട്ടിൽ കുഞ്ഞുങ്ങൾക്ക് അറിയൂല്ലേ, അങ്ങനെയല്ലേ? എങ്ങനെയാണ് അവർ പുറത്തേക്ക് വരുന്നത്? കരഞ്ഞോണ്ടല്ലേ? ആണോ? ആണ്. അപ്പൊ ചില കുഞ്ഞുങ്ങൾ എന്താണ് അങ്ങനെ കരയാതിരിക്കുക, കരഞ്ഞോണ്ടാണ്. അപ്പൊ എന്താണ് അവരെന്തെങ്കിലും കരയാതിരിക്കുക, അപ്പൊ എന്താണ് അവർക്ക് വേണ്ട റെസൂസിറ്റേഷൻ കൊടുക്കണ്ടേ, പുനരുജ്ജീവന കൊടുക്കണോ? അവര് കാലുമ്പോ പിടിച്ച് കീഴ്പോട്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ ടിവിയില് സിനിമയിലൊക്കെ? അവരെ പുറത്തേക്ക് തട്ടിയിട്ടില്ലേ, ബ്രീത്തിങ് ഒക്കെ ആക്കി കരയിപ്പിക്കുന്ന പ്രോസസ് ഒക്കെ പ്രക്രിയകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള റെസൂസിറ്റേഷൻ പുനരുജ്ജീവന പരിചരണങ്ങൾ നൽകുന്നുണ്ട്. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, വൈറ്റൽ ആയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഡിസ്ഇൻഫെക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈറ്റൽസ് ആയിട്ടുള്ള ലേബർ റൂമില് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താ ഡിസ്പ്ലേ ചെയ്യുക. ഇമ്മ്യൂണൈസേഷൻ സർവീസ് അല്ലെ, പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ കൊടുക്കല്ലോ, ഇമ്മ്യൂണൈസേഷൻ. കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വൈറ്റൽ എന്നാൽ സുപ്രധാനപ്പെട്ട നമ്മുടെ സേഫ്റ്റി മായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ. അതല്ലെങ്കിൽ കുഞ്ഞിന്റെ ടെമ്പറേച്ചർ നോക്കില്ലേ, ടെമ്പറേച്ചേഴ്സ്, ഹാർട്ട് ബീറ്റ് അല്ലെ, അതൊക്കെ സുപ്രധാനമായിട്ടുള്ളതല്ലേ? ഹാർട്ട് ബീറ്റ് കുഞ്ഞിന്റെ ആണോ? അപ്പൊ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ് അത് കറക്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. ക്ലിയർ ആയോ? മോണിറ്റർ, നിരീക്ഷിക്കുക. ഓക്കെ അല്ലേ? ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറഞ്ഞാല് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, പ്രതിരോധ കുത്തിവെപ്പ് സർവീസുകൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞ് എന്താണ് കുറച്ച് ഒരു ദിവസം കഴിയുമ്പോഴേക്കും എന്തെടുക്കും? PCG ഒക്കെ എടുത്തിട്ടല്ലേ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് കുഞ്ഞിനെ, ആണോ? ആണോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇമ്മ്യൂണൈസേഷൻ സർവീസുകൾ ഉണ്ടായിരിക്കും. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റീസ്. എന്താണ് ഇൻബോൺ ബേബീസിന് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ്, എന്തെങ്കിലും കംപ്ലൈൻസുകളൊക്കെ തോന്നുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. എന്താണ് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക അല്ലെ, പാല് കൊടുക്കുക, മുലപ്പാല് കൊടുക്കുക. പിന്നെ എന്താണ് ഫീഡിങ് സപ്പോർട്ട്. ചില കുഞ്ഞുങ്ങൾ എന്താണ് പ്രസവിച്ച് കഴിയുമ്പോ അവർ പാല് കുടിക്കാൻ വിമുഖത കാണിക്കാറുണ്ട് അല്ലെ. പാല് കുടിക്കാറില്ലല്ലോ ചില കുഞ്ഞുങ്ങള്. അപ്പൊ നഴ്സുമാര് വന്നിട്ട് എന്ത് ചെയ്യും? ഒരുപാട് തവണ ട്രൈ ചെയ്യും അല്ലെ, അങ്ങനെയും കുഞ്ഞിനെ പിടിച്ചുങ്ങാണ്ട് പാല് കുടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആരെങ്കിലും അനുഭവത്തിലുണ്ടോ? അങ്ങനെ കുറച്ച് തവണ ചെയ്ത് കഴിയുമ്പോഴാണ് കുഞ്ഞ് പാല് കുടിച്ചു തുടങ്ങുന്നത് അല്ലെ. അതല്ല പാല് ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ എന്താണ് അതിനുവേണ്ട മെഡിസിനുകളോ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ, പൊടി പൗഡേഴ്സോ പാല് വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഫീഡിങ് പൗഡേഴ്സ് ഒക്കെ കൊടുക്കാറില്ലേ, ഫീഡിങ് സപ്പോർട്ട്, പാല് വെക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള ഫീഡിങ് സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ലുക്ക് ഇൻ ടു ഹൈ റിസ്ക് ന്യൂ ബോൺ. എന്താണ് ന്യൂ ബോൺ ബേബീസിന് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അത് ചെക്കപ്പ്, അത് ശ്രദ്ധിക്കുന്നുണ്ട് ഡോക്ടേഴ്സ്. അതല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്താണ് അതിന് വേണ്ട കെയേഴ്സ്, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അത് റെഫറൻസ് സർവീസ് എക്സെട്ര അല്ലെ. ഇപ്പൊ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോ പൊക്കിൾ കൊടിയിൽ എന്തെങ്കിലും ബ്ലീഡിങ് വരാ, അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് തോന്നുക അല്ലെ, സ്ഥിരത എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക. അപ്പൊ എന്ത് ചെയ്യും?
പുതിയ വേറെ ഏതെങ്കിലും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് അയക്കും അല്ലെ കുഞ്ഞിനെ റെഫർ ചെയ്യാറില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റെഫറൻസ് സർവീസ് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? Okay. Next, for proper newborn care, things required to be done. Proper ആയിട്ടുള്ള ന്യൂബോൺ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. എന്താണ്? ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എന്താണ്? കൈ കഴുകിയിട്ടുണ്ടായിരിക്കണം അല്ലെ? സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധമായും കൈ കഴുകിയിട്ടുണ്ടായിരിക്കണം വേണ്ടേ? അല്ലെങ്കിൽ കുഞ്ഞിനൊക്കെ എന്ത് വരാം? പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരാം അല്ലെ? ഇല്ലേ? ഇൻഫെക്ഷൻസ് വരില്ലേ ന്യൂബോൺ ബേബീസിന് പെട്ടെന്ന് തന്നെ? അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ന്യൂബോൺ ബേബീസിനെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരെടുക്കുന്നതിന് മുമ്പൊക്കെ നിർബന്ധമായും കൈകൾ കഴുകിയിട്ടുണ്ടായിരിക്കണം. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. എന്താണ്? കുഞ്ഞിന്റെ അമ്മയുമായിട്ട് അവരെന്ത് ചെയ്യുക? റൂമിലേക്ക് മാറ്റാല്ലേ? റൂം ചെയ്യിക്കുക. കീപ്പിംഗ് ദ ബേബി വാം. എന്താണ്? കുഞ്ഞിന്റെ ചൂട് നിലനിർത്തുക എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലെ? കുഞ്ഞിനെ എങ്ങനെയായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത്? ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് അല്ലെ? അവരുടെ കുഞ്ഞിന്റെ ശരീരത്തിലെ ചൂടിനെ വാമിനെ നിലനിർത്തിക്കൊണ്ടല്ലേ അല്ലേ? അല്ലെ? അപ്പൊ എന്താണ്? കീപ്പിംഗ് ദ ബേബി വാം. എന്താണ്? ബേബിയുടെ ചൂട് നിലനിർത്തുക. എക്സ്ട്രാന്ന് എന്താ കൊടുത്തിരിക്കുന്നത്? അത് എക്സ്ട്രാ എന്നാണ് കേട്ടോ. TRA ആണ് കേട്ടോ. കറക്റ്റ് ചെയ്യാം. Extra care should be taken to the temperature in preterm and LBW babies. അപ്പൊ പ്രിമേച്ചർ ബർത്ത് ഉണ്ടാവും അല്ലെ? കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ മദേഴ്സിന് BP കൂടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂട്രസിലെ വെള്ളം പോയിട്ടോ ഒക്കെ എന്താണ് മാസം എത്തുന്നതിന് മുമ്പ് പ്രസവം നടക്കില്ലേ? ഡെലിവറി നടക്കാറില്ലേ? പ്രിമേച്ചർ ബർത്ത് അമ്മയുടെ ഹെൽത്തിന്റെ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് ഉണ്ടോ? പ്രിമേച്ചർ ബർത്ത് നടക്കാറുണ്ട്. 7 മാസം ആവുമ്പോ അല്ലെ? അല്ലെങ്കിൽ 8 മാസം ആവുമ്പോഴേക്കും ഡെലിവറി നടക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രിമേച്ചർ ബർത്ത് ബേബീസ് അതല്ലെങ്കിൽ ബർത്തിന്റെ സമയത്ത് എന്താണ്? ലോ ബർത്ത് വെയിറ്റ് അല്ലെ? അവർക്ക് ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് വേണം? എക്സ്ട്രാ കെയർ കൊടുക്കണം അല്ലെ? എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദി ടെമ്പറേച്ചർ. അവരെന്തിൽ കിടക്കാറുണ്ട്? ചൂടിൽ കിടത്തുന്നത് കേൾക്കാറില്ലേ നമ്മ? ഇൻക്യുബേറ്ററിൽ അവരുടെ ശരീരത്തിലെ ആ മാസം എത്തുന്നത് വരെയും അവർക്ക് ആ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അമ്മയുടെ ലോ ബർത്ത് വെയിറ്റ് LBW ലോ ബർത്ത് വെയിറ്റ് എന്താണ്? നമ്മ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മിനിമം വെയിറ്റ് ഉണ്ടല്ലോ അവർക്ക് വേണ്ട. അതിൽ കുറവായി കഴിഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻക്യുബേറ്ററിൽ കിടത്തും അല്ലെ? ഒരു കുറച്ച് ദിവസം വരെ അവർ ഇൻക്യുബേറ്ററിൽ വെച്ച് അവർക്ക് ചൂട് ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ചൂട് നിലനിർത്തി അവർക്ക് എക്സ്ട്രാ ഒരു കെയർ നൽകുന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ടാണ് മിസ് പിന്നെ കൂടുതൽ ഇപ്പൊ എന്താ ഒരു 7 മാസം കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോ ആ കുഞ്ഞിനെ എന്തായാലും ഇൻക്യുബേറ്ററിൽ കിടത്താറുണ്ട് അല്ലെ? ആ അമ്മയുടെ ഇതിലെന്താണ്? യൂട്രസിന്റെ ചൂട് ആ കുഞ്ഞിന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അവരെ കുറച്ച് ദിവസം എന്ത് ചെയ്യും? ഇൻക്യുബേറ്ററിൽ കിടത്തും. നെക്സ്റ്റ് എന്താണ്? LBW ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് എന്താണ്? അവരെ ഹെൽത്തിന് കുറച്ച് റിസ്ക് ആണ് അല്ലെ? റിസ്ക് ആണോ? അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാം അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്? അവരെ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. എന്താണ് കോഡ് എന്ന് പറഞ്ഞാല്? പൊക്കിൽ കൊടി അല്ലെ? പൊക്കിൽ കൊടി എന്തായിരിക്കാ? ഡ്രൈ ആയിട്ട് ക്ലീൻ ആയി സൂക്ഷിക്കുക. വൃത്തിയാക്കി ഡ്രൈ ആക്കി സൂക്ഷിക്കുക. വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ ഡ്രൈ ആക്കി ക്ലീൻ ആക്കി സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്ത് വരും? ഇൻഫെക്ഷൻസ് ഒക്കെ വരും അല്ലെ? പഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊക്കിൾ കൊടി ഡ്രൈ ആക്കി ക്ലീൻ ആക്കി സൂക്ഷിക്കുക. മരുന്നുകളൊക്കെ തരാറില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെ? അവിടുത്തെ മുറിവ് ഭേദമാകുന്നതിന് വേണ്ടിയിട്ട്
കുഞ്ഞിന്റെ ആ പൊക്കിൾക്കൊടിമ പരത്താനായിട്ട് മരുന്നുകളൊക്കെ തരാറുണ്ട് അല്ലെ. അപ്പൊ കീപ് ദ കോട്ട് ഡ്രൈ ആൻഡ് പൊക്കിൾക്കൊടി വൃത്തിയായിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കുക. ദ കെയർ പ്രൊവൈഡർ ഷുഡ് പെർസീവ് ദ ന്യൂ ബേൺ അറ്റ് ഗിവൺ ഇന്റർവെൽസ് ആഫ്റ്റർ ഡെലിവറി. പരിചരണദാതാവ് കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, പ്രസവശേഷം നിശ്ചിത ഇടവേളകളിൽ നവജാത ശിശുവിന് കെയർ കൊടുക്കണം, പരിചരണം നൽകണം. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ അല്ലെ നിശ്ചിത ഇടവേളകളിൽ വന്ന് ആ കുഞ്ഞിന് ചെക്കപ്പ് ചെയ്യാറില്ലേ, പീഡിയാട്രീഷ്യൻ വന്ന് നോക്കൂ അല്ലെ, കുഞ്ഞിന്റെ ഹെൽത്ത് എങ്ങനെയാണോ, കുഞ്ഞിന് എന്തെങ്കിലും മഞ്ഞ കളർ ഉണ്ടോ, കളറിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ അല്ലെ, ഹാർട്ട് ബീറ്റ് ഓക്കെ അല്ലേ, ബ്രീത്തിങ് ഓക്കെ അല്ലേ അല്ലെ, വന്ന് നോക്കാറില്ലേ നിശ്ചിത ഇടവേളകളില്. അപ്പൊ എന്താണ്, പരിചരണദാതാവ് കുഞ്ഞിനെ ആരാണോ ഇപ്പൊ നഴ്സുമാര് വന്ന് ചെക്കപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ പരിചരണദാതാവ് കുഞ്ഞിനെ നിശ്ചിത ഇടവേളകളിൽ വന്ന് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലുകളിൽ വന്ന് കെയർ പ്രൊവൈഡ് ചെയ്യണം, അവരെ പരിചരിക്കണം. ക്ലിയർ ആയോ അത്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. എന്താണ്, കുഞ്ഞുങ്ങളെ ന്യൂബോൺ ബേബീസിനെ നവജാത ശിശുക്കളെ കൈകാര്യം ചെയ്യുന്നവരെ എടുക്കുന്നവരും അവർക്ക് കെയർ കൊടുക്കുന്ന ആളുകൾ എന്താണ്, ഹാൻഡ് വാഷ് നിർബന്ധമായിട്ടും കൈ കഴുകിയതിനു ശേഷമായിരിക്കണം അവരെ ചെക്കപ്പ് ചെയ്യേണ്ടത്. എന്താണ്, കുഞ്ഞിനെ അവരുടെ മാതാവിന്റെ ഒപ്പം മദറിനൊപ്പം തന്നെ റൂമിങ് ചെയ്യുക അല്ലെ, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ബേബീസിന്റെ എന്താണ് ചൂട് നിലനിർത്തുക. അവരെന്താണ് ടർക്കിയിൽ പൊതിഞ്ഞു അങ്ങനെയൊക്കെ എന്താണ് കുഞ്ഞിന്റെ ശരീരത്തിലെ ചൂട് നിലനിർത്തുക. പിന്നെ എന്താണ്, പ്രിമേച്ചർ ബർത്ത് അല്ലെ, പ്രീടേം എന്ന് പറഞ്ഞാല് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങള്, ലോ ബർത്ത് വെയിറ്റ് പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് വെയിറ്റ് കുറവുള്ള ബേബീസിനൊക്കെ എന്താണ് ടെമ്പറേച്ചർ, അവര് ചൂട് നിലനിർത്തുന്നതിനുള്ള എക്സ്ട്രാ കെയർ നൽകണം. നെക്സ്റ്റ് എന്താണ്, കോഡ്, കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി ഡ്രൈ ആയി ക്ലീൻ ആയി വൃത്തിയായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാനോ അല്ലെങ്കിൽ അതെന്താണ് ആ പൊക്കിൾ കൊടിയുടെ അവിടെ പഴുപ്പ് വരാനോ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, പരിചരണം നൽകുന്ന ആളുകൾ, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് നിശ്ചിത ഇടവേളകളിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളിൽ വന്ന് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാ, പ്രസവത്തിന് ശേഷം നിശ്ചിത ഇടവേളകളിൽ വന്ന് നവജാത ശിശുക്കളെ ചെക്കപ്പ് ചെയ്യണം. എന്താണ്, കുഞ്ഞുങ്ങളുടെ ബ്രീത്തിങ് ഓക്കെയാണോ, ടെമ്പറേച്ചർ ഓക്കെയാണോ, ഹാർട്ട് ബീറ്റ് ഓക്കെയാണോ അല്ലെ, കുഞ്ഞിന് എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പരിശോധിക്കാറില്ലേ ഹോസ്പിറ്റലില്? ഉണ്ടോ? ഉണ്ട്. ക്ലിയർ ആണോ? അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത് പറഞ്ഞേക്കുന്നത്, സിമ്പിൾ അല്ലേ? നോക്കാം. നെക്സ്റ്റ്, protocol for entry to the labor room. എന്താണ് ലേബർ റൂമിലേക്കുള്ള എൻട്രിയിൽ നമ്മൾ അവിടേക്ക് കിടക്കുന്ന സമയത്തുള്ള പ്രോട്ടോകോളുകൾ, നിയമങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ്? എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. ഈ ലേബർ റൂമിലേക്കുള്ള എൻട്രി എന്താണ്, ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. Typically, a buffer zone requires to be made if possible to change the shoes, wear of mask and cap before getting into the labor room. നമ്മൾ ലേബർ റൂമിലേക്ക് കയറുമ്പോൾ നേരിട്ട് കയറാറുണ്ടോ? പ്രീ ഡെലിവറി റൂമിലേക്ക്, അതല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി റൂമിലേക്ക്, അതല്ലെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ റൂമിലേക്ക് നേരിട്ട് കയറാറുണ്ടോ? അവ തമ്മില് എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റൂം ഉണ്ട് അല്ലെ, ഇടനാഴി പോലെ ഇല്ലേ? ഉണ്ട്. എന്നിട്ട് അതിന് ശേഷമായിരിക്കും അല്ലെ, അവിടെ നിന്നായിരിക്കും ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യിക്കുന്നത് അല്ലെ, പ്രഗ്നന്റ് ലേഡീസിനെ. അപ്പൊ ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ? അതിനെയാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. എന്താണ്, അതിനുള്ളിൽ കിടക്കുന്നവർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ നേരിട്ട് എൻട്രി ചെയ്യുമ്പോ എന്താണ് പേഷ്യൻസിന്റെ പ്രൈവസി നഷ്ടപ്പെടാം അല്ലെ. പുതുതായി ഒരാള് നേരിട്ട് ലേബർ റൂമിലേക്ക് കയറുമ്പോ അവരെ പ്രൈവസി നഷ്ടപ്പെടാം. പിന്നെന്താണ്, അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയില്ലേ? ഇൻഫെക്ഷൻസ് ഉണ്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ബഫർ സോൺ ഉണ്ടായിരിക്കും. ആ ബഫർ അപ്പൊ എന്താ, ടിപ്പിക്കലി എ ബഫർ സോൺ റിക്വയേഴ്സ് to make if possible to change the shoes,
wear of mask and cap before getting into the labor room. Labor roomലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഷൂസ് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നഴ്സുമാർ എങ്ങനെയാണ് അവരുടെ ചെരുപ്പ് അവര് മാറ്റിയിട്ടിട്ട് ലേബർ റൂമിൽ യൂസ് ചെയ്യുന്ന സ്ലിപ്പേഴ്സ് ഉണ്ടാവില്ലേ അവർക്ക് അവിടെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്ലിപ്പേഴ്സ് ഉണ്ടാവാറില്ലേ? അപ്പൊ അവരെ ഷൂസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഷൂസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, മാസ്കുകൾ ധരിക്കുന്നതിന് വേണ്ടി, ക്യാപ്പ് ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? Next, entry to the labor room should be permitted only to the pregnant woman. എന്താണ് അവിടേക്കുള്ള എൻട്രി ആർക്ക് മാത്രമായിരിക്കും? പ്രഗ്നന്റ് വുമൻസിന് അല്ലെ? പിന്നെ ആർക്കാണ്? ഹെയർ ബർത്ത് പാർട്ട്ണർ അല്ലെ? ചിലപ്പോ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഹസ്ബൻഡിനെ കയറ്റി വിടാറുണ്ടെന്ന്, ബർത്ത് പാർട്ട്ണർ അല്ലേ? അപ്പൊ അവർക്ക് പിന്നെ എന്താണ്? ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, ANM ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫ് അല്ലെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാർക്ക് ആൻഡ് അതർ സ്റ്റാഫ് സപ്പോർട്ട് സ്റ്റാഫ് മറ്റുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് മാത്രമായിരിക്കും ലേബർ റൂമിലേക്കുള്ള എൻട്രി. ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. ക്ലീനിങ് സ്റ്റാഫിന് എപ്പോഴും അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇല്ല, അവർക്കൊരു നിശ്ചിത ഇടവേളകൾ ഉണ്ട് അല്ലെ ക്ലീനിങ്ങിന് വരാൻ ഇല്ലേ? രാവിലെ, ഉച്ചക്ക് അല്ലെ, വൈകിട്ട്, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ട് അല്ലെ? ഒരു പീരിയോഡിക് എൻട്രി ഉണ്ട് അല്ലെ? ഒരു സമയബന്ധിത ആ ടൈമിലല്ലേ അവർക്ക് കയറാൻ പറ്റുള്ളൂ ക്ലീനിങ്ങിന് വേണ്ടി. അപ്പൊ എന്താണ്? ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. എന്താണ്? ക്ലീനിക് സ്റ്റാഫിന് പീരിയോഡിക്കലി ആയിട്ട് ഒരു നിശ്ചിത ഇന്റർവെല്ലുകളിൽ മാത്രം അവിടേക്ക് പ്രവേശനമുണ്ട്. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, എന്താണ്? ലേബർ റൂമിലേക്ക് കയറുന്ന സമയത്ത് എന്താണ്? സ്ലിപ്പേഴ്സ്, ക്യാപ്സ് ആൻഡ് മാസ്ക് ഷുഡ് ബി വോൺ ബൈ ഓൾ വിസിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ കമ്പാനിയൻ. എന്താണ്? എല്ലാ ആളുകളും എന്ത് ചെയ്യുക? കമ്പാനിയൻ അവിടെ കൂടെയുള്ള ആളുകളും എന്താണ്? സ്ലിപ്പേഴ്സ് ധരിക്കുക, ക്യാപ്പ് ധരിക്കുക, മാസ്കുകൾ ധരിക്കുക. Any visit of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task such as cleaning or etc. എന്താണ്? മറ്റുള്ള any visitors അല്ലെ of people other than on duty സ്റ്റാഫുകൾക്ക്, pregnant women and birth companions pregnant womanന്റെ ഹസ്ബൻഡുമാർക്ക് to the labor room should be short and time to task. ആ ടാസ്ക് കഴിയുന്നത് വരെയുമുള്ള ഒരു ടൈം പീരീഡ് മാത്രമല്ലേ ഉള്ളൂ. ഹ്രസ്വവും സമയബന്ധിതമായ ഒരു എൻട്രി അല്ലേ അവർക്കുള്ളൂ ലേബർ റൂമിലേക്ക്. ആണോ? അല്ലേ? ഇപ്പൊ ആ ലേബർ റൂമിൽ വെച്ച് അവരുടെ ഡെലിവറി കഴിഞ്ഞെന്ന് വെച്ച് എല്ലാ സമയത്തും അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുമോ? ആ ഡെലിവറി കഴിയുന്നത് വരെ മാത്രം അല്ലേ? അപ്പൊ ലേബർ റൂമിന്റെ പ്രഗ്നന്റ് വുമൻസിന്റെ അതല്ലെങ്കിൽ അവരുടെ ബർത്ത് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ഡ്യൂട്ടി സ്റ്റാഫുകൾക്ക് ഇൻക്ലൂഡിങ് ക്ലീനിങ് സ്റ്റാഫുകൾക്ക് എന്താണ്? അവരുടെ സമയബന്ധിതവും പിന്നെ എന്താണ്? ഹ്രസ്വവുമായ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ അത്? ഓക്കെ അല്ലേ? Okay. Next, male staff entry should be confined onto those who are on duty or have been called for any accessories and fittings. Fittings അല്ല, fittings. എന്താണ്? പുരുഷ ജീവനക്കാരെ പ്രവേശനം ചിലപ്പോ എന്താണ്? ഗൈനക്കോളജി മെയിൽ ഡോക്ടേഴ്സ് വരാലോ, ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പൊ മെയിൽ ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? പുരുഷ ജീവനക്കാര് ഡ്യൂട്ടിയിലുള്ളവരോ അതല്ലെങ്കിലും എന്തെങ്കിലും ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ആക്സസറീസ് അങ്ങനെയുള്ളതൊക്കെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ലേഡീസിനെ പ്രഗ്നന്റ് വുമൺസിനെ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ അറ്റൻഡേഴ്സ് വരാറുണ്ട് അല്ലേ? വീൽ ചെയറൊക്കെ കൊണ്ട് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അവര് എന്താണ് അങ്ങനെയുള്ള പുരുഷ ജീവനക്കാരുടെ എൻട്രി നമ്മുടെ ലേബർ റൂമിലേക്കുള്ള എൻട്രി എന്താണ് പരിമിതപ്പെടുത്തണം അല്ലെ? എന്താവശ്യത്തിനാണോ വരുന്നത് അതിനു മാത്രമായി പരിമിതപ്പെടുത്തണം. They should be a humble and gracious to the dignity and privacy of the woman. എന്താണ് ഇവര് ആ സ്ത്രീകളോട് അല്ലെ, ആ ഡെലിവറി ഉള്ള ലേബർ റൂമിലുള്ള വുമൻസിനോട് എന്താണ് അവരുടെ അന്തസ്സിനും അവരുടെ പ്രൈവസി വേണല്ലേ ലേബർ റൂമില് അല്ലേ? അപ്പൊ സ്വകാര്യതയോടും വിനയവും കൃപയുമുള്ളവരായിരിക്കണം. എന്താണ് അവരെ സ്വകാര്യതയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്ന് വെച്ചാല് പ്രഗ്നൻസി ആ ലേബർ റൂമിലെ ഒക്കെ കിടക്കുമ്പോ മെയിൽ സ്റ്റാഫുകൾ മെയിൽ സ്റ്റാഫുകളെ എൻട്രി ചെയ്യുമ്പോ പ്രവേശിക്കുമ്പോ ആ ലേബർ റൂമിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? മിക്കവരും പെയിനൊക്കെ എടുത്തായിരിക്കും കിടക്കുന്നത്. പക്ഷെ അവർക്ക് എന്തായിരിക്കും അവരുടെ ഫീൽ എന്തായിരിക്കും? ചമ്മലായിരിക്കില്ലേ ഒരു മെയിൽ സ്റ്റാഫ് കയറി വരുമ്പോ? ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പുരുഷ സ്റ്റാഫുകള് അങ്ങനെയുള്ള ആളുകള് അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് അവരെന്താണ് ഈ സ്ത്രീകളോട് വിനയവും കൃപയും ഉള്ളവരായിരിക്കണം. അവരുടെ സ്വകാര്യതയിലേക്കൊന്നും പ്രവേശിക്കാതെ ഒരു നല്ല അന്തസ്സുള്ള ആളുകളായിരിക്കണം. ഈ സ്ത്രീകളുടെ സ്വകാര്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം പ്രവേശിക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഒരു നെഗറ്റീവ് രീതിയിലൊന്നും നോക്കാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കണം. നെക്സ്റ്റ്, പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിൽ ജോലി ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോളുകൾ എന്തെല്ലാമാണ്? ഓൾ ദ സ്റ്റാഫ് മസ്റ്റ് വിയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്സ് അറ്റ് ദ ടൈം ഓഫ് പെർഫോമിംഗ് ഡെലിവറി. എന്താണ് ഡെലിവറി പെർഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? സ്റ്റാഫുകള് നിർബന്ധമായും PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ഓൾ അതർ ടൈംസ് ക്യാപ്സ് ആൻഡ് മസ്റ്റ് ബി വോൺ. എന്താണ് ഈ ഡെലിവറിയുടെ സമയത്തല്ലാണ്ട് മറ്റുള്ള സമയത്ത് എക്സാമിൻ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്തൊക്കെ അവരെല്ലാ സമയത്തും മാസ്കുകളും ക്യാപ്സുകളും ധരിച്ചിട്ടുണ്ടായിരിക്കണം. Disposable sterile gloves should be used after accurate hand washing while examining or the delivery. പേഷ്യൻസിനെ എക്സാമിൻ പരിശോധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ഡെലിവറിയുടെ സമയത്തോ എന്താണ് ഈ സ്റ്റാഫുകള് കൈ കഴുകിയതിനു ശേഷം ഹാൻഡ് വാഷിംഗ് നടത്തിയതിനു ശേഷം ഗ്ലൗസുകൾ ഇട്ടിട്ട് വേണം ഇവരെ പരിശോധിക്കുന്നതിന് വേണ്ടി. Protocol for infection prevention, that is adherent, sorting out and disposable in the bins should strictly be adhered, and the protocol poster should be wall mounted in the area where color coded bins are located. എന്ന് വെച്ചാൽ പ്രോട്ടോകോൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യുന്നതിനുള്ള അല്ലെ എന്താണ് ഇൻഫെക്ഷനെ അണുക്കളെ പ്രിവെൻഷൻ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ നിയമങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് ഓരോ വേസ്റ്റുകളും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യാതെ നിർമ്മാർജ്ജനം ചെയ്യുക. കൂടാതെ എന്താണ് നമ്മ പല കളർ ബാഗുകൾ കണ്ടെയ്നേഴ്സ് കാണാറില്ലേ ഹോസ്പിറ്റലില്? കളർ കോഡഡ് ബിൻസ് ആർ ലൊക്കേറ്റഡ് അല്ലെ? പല കളറില് യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ അല്ലെ, റെഡ് അല്ലെ, പല കളർ. അപ്പൊ എന്താണ് ഓരോ കളർ കണ്ടെയ്നേഴ്സിലും ഓരോ വേസ്റ്റുകളാണ് അല്ലെ നമ്മൾ ഇടുന്നത്, ആണോ ഇടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോളുകൾ നിർബന്ധമായും ഡെലിവറി റൂമിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ എന്താണ് പോസ്റ്റേഴ്സ് അല്ലെ? പ്രോട്ടോകോൾ പോസ്റ്റേഴ്സ് ഷുഡ് ബി വാൾ മൗണ്ടഡ്. നമ്മൾ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത്
അതല്ലെങ്കിൽ ലേബർ റൂമില് ഈ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ വാൾ മൗണ്ടഡ് വാളില് ചുമരികളില് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലെ, ഡെലിവറിയെ കുറിച്ച് അല്ലെ കാണിക്കുന്ന പോസ്റ്റേഴ്സ് ഓർമ്മയുണ്ടോ? അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ എന്താണ് വാൾ മൗണ്ടഡ് ആയിരിക്കണം, ആ ലേബർ റൂമിന്റെ ഏരിയയില് പതിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ അല്ലേ? ഇൻഫെക്ഷന് പ്രിവെൻഷൻ നടത്തുന്ന എന്താണ് ഇൻഫെക്ഷൻ അണുക്കളെ പ്രതിരോധിക്കുന്ന എന്താണ് പ്രോട്ടോകോളുകൾ നിയമങ്ങൾ ലേബർ റൂമിൽ നിർബന്ധമായും പാലിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് ഓരോ വേസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഉത്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക എന്ന് വെച്ചാല് തരം തിരിക്കുക, എന്നിട്ട് ഓരോന്നും കറക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബിൻസില് നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലെ. ഓരോ കളറുകളിലുള്ള ബിൻസില് എന്താണ് വേസ്റ്റ് ബിന്നുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. കൂടാതെയാണ് ലേബർ റൂമില് പോസ്റ്റേഴ്സ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകള് ചുമരിൽ പതിച്ചിട്ടുണ്ടായിരിക്കണം. കൂടാതെ എന്താണ് കളർ കോഡഡ് ബിൻസ് ആർ ലൊക്കേറ്റഡ്, കളറുമായി ബന്ധപ്പെട്ട ഓരോ കളർ ബിൻസുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കണം വേസ്റ്റുകള് നമുക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? സിമ്പിൾ ആയിരുന്നോളൂ മിസ്. ഇതിന് ഇനി എക്സ്പ്ലനേഷൻ വേണോ? നിങ്ങൾക്ക് പറയുമ്പോ തന്നെ ക്ലിയർ ആവുന്നില്ലേ? അഡിയറൻസ് എന്ന് വെച്ചാൽ പാലിക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് പാലിക്കണം, സ്റ്റാഫുകള് പാലിക്കണം. നെക്സ്റ്റ് supervision for quality of care in the labor room. എന്താണ് ലേബർ റൂമിലെ ഗുണനിലവാരമുള്ള കെയർ പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷൻ അല്ലെ, മേൽനോട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത്. should have a neatness checklist for evaluation that should be completed and signed by the supervisor who conduct a visit of the labor room. ഒരു സൂപ്പർവൈസർ നമ്മുടെ ലേബർ റൂമിൽ സൂപ്പർവൈസ് ചെയ്യാൻ വരുന്ന സൂപ്പർവൈസർ എന്ത് ചെയ്യുക, നീറ്റ് ആയിട്ടുള്ള വൃത്തിയുള്ള ചെക്ക് ലിസ്റ്റിന്റെ ഇവാലുവേഷൻ മൂല്യനിർണ്ണയം നടത്തണം അല്ലെ. ഇപ്പൊ ലേബർ റൂമിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്? പ്രീ ഡെലിവറി കെയോസ് അല്ലെ, ഡെലിവറി, പോസ്റ്റ് ഡെലിവറി അല്ലെ, കുഞ്ഞുങ്ങളുടെ ന്യൂ ബോൺ ബേബീസിന്റെ കെയോസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യണം എന്നല്ലേ. വെരിഫൈ ചെയ്യേണ്ട, അവര് പരിശോധിക്കണ്ടേ നല്ല കെയർ ലഭിക്കുന്നുണ്ടോ അല്ലെ. അവർക്ക് ഗുഡ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള സർവീസുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റാഫുകൾ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ അല്ലെ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യുന്നതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെ, എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തണ്ടേ സൂപ്പർവൈസർ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക, എന്താണ് മൂല്യനിർണ്ണയം നടത്തുകയും അത് സൈൻ ചെയ്യുകയും വേണം. ക്ലിയർ ആയോ? സൂപ്പർവൈസർ ലേബർ റൂമിൽ വിസിറ്റ് വരുന്ന സമയത്ത് നീറ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് എന്താണ് ലേബർ റൂമിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും വിലയിരുത്തുകയും എന്താണ് എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് ഒപ്പിട്ട് സൈൻ ചെയ്യുകയും വേണം. The facilities in charge should visit labor room twice during each week. എന്താണ് in charge ആ ഫെസിലിറ്റീസ് ലേബർ റൂമിലേക്കുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നൽകുന്നത് ആരാണോ അവർ ഈ ആഴ്ചയിൽ 2 തവണ വന്ന് ലേബർ റൂമിലെ പ്രവർത്തനങ്ങള് സർവീസുകള് വിലയിരുത്തണം, ഉറപ്പുവരുത്തണം. The OBG or MU, OBG എന്ന് പറഞ്ഞാല് ഒബ്സ്ട്രക്ട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആണ് കേട്ടോ. OB എന്ന് പറഞ്ഞാല് ഒബ്സ്ട്രക്ട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, പ്രസവം നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ്. MU എന്ന് പറഞ്ഞാല് മോണിറ്ററിംഗ് യൂണിറ്റ്, MU എന്ന് പറഞ്ഞാല് മോണിറ്ററിംഗ് യൂണിറ്റ്. In charge of the labor room is required to visit the labor room twice every day.
നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒബ്സ്റ്റട്രീഷ്യൻ എന്താണ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് യൂണിറ്റ് ദിവസത്തില് 2 തവണ ലേബർ റൂമിൽ വന്ന് വിസിറ്റ് നടത്തണം. അവിടെയുള്ള പ്രവർത്തനങ്ങളെ കറക്റ്റ് രീതിയിലാണ് എന്നുള്ള കാര്യം. OBG എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടേഴ്സ് ഇല്ലേ, പ്രസവം നോക്കുന്ന അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ്, ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ MU മോണിറ്ററിംഗ് യൂണിറ്റ് എന്ത് ചെയ്യുക. ഓക്കെ, അയച്ചിട്ടുണ്ട് കേട്ടോ, മെസ്സേജിലുണ്ട്. ഗൈനക്കോളജിസ്റ്റ് ലേബർ റൂം ഈസ് റിക്വയർഡ് വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. ദിവസത്തിൽ 2 തവണ വന്ന് മോണിറ്ററിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റോ വന്ന് ഡെലിവറി റൂമിലെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. നഴ്സിംഗ് സൂപ്പർവൈസർ ഓർ നഴ്സ് ഇൻചാർജ് ഷുഡ് വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഷിഫ്റ്റ്. ഓരോ ഷിഫ്റ്റിലും എന്താണ് സൂപ്പർവൈസറോ നഴ്സിംഗ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ നഴ്സ് വന്ന് എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്യുക, അവിടെ വന്ന് പരിശോധിക്കുക. ഓരോ ഷിഫ്റ്റുകൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയം ഉണ്ടാവും അല്ലെ, ഇല്ലേ? ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയല്ലേ ഡെലിവറി റൂമില്, ഹോസ്പിറ്റലില് ഡേയും നൈറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷിഫ്റ്റ് ചേഞ്ചിന്റെ സമയത്ത് എവറി ഷിഫ്റ്റ് ഓരോ ഷിഫ്റ്റ് നടത്തുന്ന സമയത്തും സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ് വന്ന് എന്ത് ചെയ്യുക, വിസിറ്റ് ലേബർ റൂം വിസിറ്റ് ചെയ്യുക. The supervisor should also analyze the availability of essential supplies. എന്താണ് ഡെലിവറി റൂമിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സപ്ലൈസുകൾ, ഡ്രഗ്സുകളാകാം അല്ലെ, എക്യുപ്മെന്റ്സുകളാകാം, കോട്ടൻസ് ആവാം അല്ലെ, പല കാര്യങ്ങളും ലേബർ റൂമിൽ ആവശ്യമായിട്ട് വരുന്നില്ലേ, മെഡിസിനുകളാവാം അല്ലെ. അപ്പൊ അത് എന്താണ് ആവശ്യമായ രീതിയിൽ ലേബർ റൂമിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക, പരിശോധിക്കുക. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ഓൾ എസെൻഷ്യൽ പ്രാക്ടീസസ് ആർ ബീയിങ് ഡൺ സൂട്ടബിളി ആൻഡ് ഇൻ എ ടൈംലി മാനർ. എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങള്, എസെൻഷ്യൽ പ്രാക്ടീസുകൾ അതായത് പ്രവർത്തനങ്ങള്, ലേബർ റൂമിലെ പ്രവർത്തനങ്ങള് സൂട്ടബിൾ ആണോ, എന്താണ് കറക്റ്റ് രീതിയിലാണോ, ബെറ്റർ ആയിട്ടാണോ നടക്കുന്നത്, ടൈംലി മാനർ ആണോ അല്ലെ, കറക്റ്റ് ടൈമിങ്ങില് എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് ആ ഡെലിവറി പ്രഗ്നന്റ് വുമൻസിന് ആവശ്യമായ കെയർ കറക്റ്റ് റെമഡിയിൽ ലഭിക്കുന്നുണ്ടോ അല്ലെ, അവർക്ക് ആവശ്യമായ മെഡിസിനുകൾ കൊടുക്കുന്നുണ്ടോ അല്ലെ, എന്താണ് അവിടേക്ക് ലേബർ റൂമിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫുകൾ ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് പരിശോധിക്കുക. Next, every month a labor room practice review meeting should be arranged at each facilities where all staff involved in caring labor room should take part. എന്താണ് ലേബർ റൂമിലുള്ള എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടുത്തിച്ചുകൊണ്ട്. ഇപ്പൊ മിക്കപ്പോഴും ലേബർ റൂമില് ആ ഒരു സ്റ്റാഫുകളെ മാത്രമായിരിക്കും നിർത്തുന്നത്. അവർക്ക് മിക്കപ്പോഴും ലേബർ റൂമിൽ മാത്രമായിരിക്കും ചാർജ് കൊടുക്കുന്നത്. കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവില്ലേ അവര് ലേബർ റൂമിലെ ഡ്യൂട്ടിക്ക് ഉണ്ട് അല്ലെ, ആണോ? അപ്പൊ അവർക്ക് തന്നെയായിരിക്കും ഷിഫ്റ്റുകൾ മാറ്റി മാറ്റി കൊടുക്കുന്നത്. അപ്പൊ ലേബർ റൂമിൽ ചാർജിലുള്ള അവര് ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഓരോ മാസവും കൂടുമ്പോഴും അവിടെ ഫെസിലിറ്റീസുകൾ കറക്റ്റ് രീതിയിലുണ്ടോ എന്നുള്ള കാര്യങ്ങള്, പ്രാക്ടീസുകളെ കുറിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു റിവ്യൂ എടുക്കണം അല്ലെ, വേണ്ടേ? കറക്റ്റ് രീതിയിലാണോ അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് രീതിയിലുണ്ടോ, ആവശ്യമായ സൗകര്യങ്ങളുണ്ടോ അല്ലെ, ഫെസിലിറ്റീസ് ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തണ്ടേ? അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ടോ അല്ലെ,
അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആ സ്റ്റാഫ് എവറി മന്ത് ലേബർ പ്രാക്ടീസ് മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. ലേബർ റൂമിലെ എല്ലാ സ്റ്റാഫുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. They should ponder on ways to improve the quality in the labor room. Feedback or supportive supervision should also be shared during this meeting. ഈ മീറ്റിംഗിൽ എന്ത് ചെയ്യാറുണ്ട്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേബർ റൂമിലെ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്താണ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാറുണ്ട് അവര്. പിന്നെ അതിന് വേണ്ട ഫീഡ്ബാക്കുകൾ അല്ലെ, നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാം. എന്താ ഫീഡ്ബാക്ക്? അഭിപ്രായങ്ങൾ ചോദിക്കും അല്ലേ? ആണോ? അഭിപ്രായങ്ങൾ ചോദിക്കുകയെങ്കിലും എക്സ്ട്രാ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവിടുത്തെ പ്രവർത്തനം എന്ത് രീതിയിൽ ചെയ്താലാണ് കൂടുതൽ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ആക്കാൻ പറ്റുന്നത് അല്ലെ? അങ്ങനെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ സ്റ്റാഫുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഈ മീറ്റിംഗിലാണ്. ഓരോ മാസവുമുള്ള മീറ്റിംഗിലാണ്. ക്ലിയർ അല്ലോ? ഓക്കെ അല്ലേ? ലേബർ റൂമിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ മാസവും എന്താണ് ലേബർ റൂമിലെ സ്റ്റാഫുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. ഈ മീറ്റിംഗിലാണ് എന്താണ് ആ സ്റ്റാഫുകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, വർദ്ധിപ്പിക്കുന്നതിന്, ക്വാളിറ്റിയില് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്താ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആരായുന്നത് ഈ സമയത്താണ്, ഈ മീറ്റിംഗിലാണ്. പോണ്ടർ എന്ന് പറഞ്ഞാല് ചിന്തിക്കുക, അവര് ചിന്തിക്കാറുണ്ട്. ഈ സമയത്താണ് അവർ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഈ മീറ്റിങ്ങുകളിലാണ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒബ്സ്ട്രട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, അതായത് പ്രസവം നടത്തുന്ന ഡോക്ടർ ഉണ്ട് അല്ലെ, ഗൈനക്കോളജിസ്റ്റ്, അവര് അല്ലെങ്കിൽ മോണിറ്റർ യൂണിറ്റിന്റെ ലേബർ റൂമില് ഒരു ദിവസത്തില് 2 തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ശരിക്കും ഡോക്ടർ 2 സമയം മാത്രമാണോ ലേബർ റൂമിൽ വിസിറ്റ് ചെയ്യുന്നത്? ഗൈനക്കോളജി ഡോക്ടർ ആണോ? ഓരോ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് വരില്ലേ? ഇല്ലേ? ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ എത്ര ഡെലിവറി നടക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഗൈനക്കോളജി ഡോക്ടേഴ്സ് വരില്ലേ? ഓക്കെ, ഇതൊരു ആവറേജ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആയിരിക്കും. ഏവറേജ് ക്ലിയർ ആയത്? പിന്നെന്താണ് സൂപ്പർവിഷന് വരുന്ന എന്താണ് സൂപ്പർവൈസർ എന്താണ് ലേബർ റൂമിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തിയതിനു ശേഷം ചെക്ക് ലിസ്റ്റില് ഫില്ല് ചെയ്യുകയും അസൈൻ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് ലേബർ റൂമിലെ ഫെസിലിറ്റീസ് നൽകുന്ന ആളുകള് ഫെസിലിറ്റേറ്റർ എന്താണ് ആഴ്ചയിലെ 2 ദിവസം വന്ന് ലേബർ റൂമിലെ ഫെസിലിറ്റീസ് സൗകര്യങ്ങളെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. പിന്നെ എന്താണ് ഒബ്സ്ട്രട്രിക്സ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് യൂണിറ്റ് ദിവസത്തിൽ 2 തവണ വന്ന് ലേബർ റൂമിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നു. പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഓരോ ഷിഫ്റ്റ് ചേഞ്ചിങ്ങിന്റെ സമയത്തും വന്ന് അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിക്കുന്നു. ഡ്യൂട്ടിയിലെ കറക്റ്റ് നമ്പേഴ്സിന് സ്റ്റാഫുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫുകൾ ലീവ് ഉണ്ടോ, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് സൂപ്പർവിഷൻ ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ റിസോഴ്സുകൾ, വിഭവങ്ങളുടെ സപ്ലൈസ് ഉണ്ടോ, എങ്കിലും മെഷീനുകൾ കുറവുണ്ടോ, കോട്ടൻസ് കുറവുണ്ടോ, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സൂപ്പർവൈസർ വന്ന് സൂപ്പർവൈസ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു. പിന്നെ എന്താണ് ലേബർ റൂമിലെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആൻഡ് സ്യൂട്ടബിളി കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ടോ, ടൈംലി മാനർ ആണോ, സമയബന്ധിതമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ
പരിശോധിക്കുന്നു. പിന്നെ എന്താണ്, ലേബർ റൂമിലെ എല്ലാ സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാസവും എന്താണ് ലേബർ റൂമിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. ഈ മീറ്റിംഗിലാണ് അവര് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ തീരുമാനമെടുക്കുന്നത് എന്തിനെ കുറിച്ച്, ലേബർ റൂമിലെ പ്രവർത്തനങ്ങളെ ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന്, ഗുണനിലവാരത്തിൽ ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇവരെ ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്യുന്നത് ഈ മീറ്റിങ്ങുകളിലാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? Next, labor room should thus provide standardized and high quality services during childbirth. Childbirth കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടേരട്ടാ, ഒരു കോമ ഉണ്ട്. ലേബർ റൂം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ സർവീസുകളാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലെ, നിലവാരമുള്ള ആൻഡ് ഹൈ ക്വാളിറ്റി, ഉയർന്ന ഗുണനിലവാരമുള്ള സർവീസുകൾ, പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് അല്ലെ, കുഞ്ഞുങ്ങളുടെ ജനന സമയത്ത് പ്രൊവൈഡ് നൽകുന്നുണ്ട്. നെക്സ്റ്റ്, കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് ഇല്ലേ, ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളില്ലേ, PPE കിറ്റുകൾ അല്ലെ, ഹാൻഡ് വാഷുകള്, ഗ്ലൗസുകള് ഇല്ലേ, സ്റ്റെറിലൈസേഷൻ അല്ലെ, ഉണ്ടോ, ബഫർ സോണുകൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് അവിടെ കയറുന്നവരല്ലേ ക്യാപ്പ് ധരിക്കുന്നു, മാസ്ക് ധരിക്കുന്നു, ചെരുപ്പ് മാറ്റിയിടുന്നു അല്ലെ, ഒരുപാട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ. ആൻഡ് സേഫ്റ്റി ആർ ഓൾസോ വൈറ്റൽ ഫാക്ടേഴ്സ് ലുക്ക്ഡ് ഇൻടു ദ ലേബർ റൂം. ഇതൊക്കെ എന്താണ്, വൈറ്റൽ ഫാക്ടേഴ്സ് ആണ്, പ്രധാനപ്പെട്ട ലേബർ റൂമിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാവാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തന ഘടകങ്ങളാണ് അല്ലെ, ആണോ? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക അല്ലെ, സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിക്കുക അല്ലെ, സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക അല്ലെ, പേഷ്യൻസിനും ഡെലിവറി ഉള്ള ലേഡിക്കും കുഞ്ഞിനും ഗുഡ് ക്വാളിറ്റി സർവീസ് കൊടുക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ ലേബർ റൂമിലെ, ആണോ? ഇതെല്ലാം ലേബർ റൂമിലെ വൈറ്റൽ ഫാക്ടേഴ്സ് ആണ്, പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? ഓക്കെ ആയോ? സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് അല്ലെ എല്ലാം. ഓക്കെ, അപ്പൊ മിസ്സിന്റെ ഈ ചാപ്റ്റർ തീർന്നു. അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്ത്. ഒന്ന് വായിച്ചു നോക്കിയേ വേഗം ഒന്ന്, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചേ. ന്യൂ ബോൺ കെയർ 4 അല്ലെ, ഓക്കെ പറയാം കേട്ടോ. ഡിസ്പ്ലേയിങ് വൈറ്റൽസ്. ഡിസ്പ്ലേയിങ് വൈറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്പ്ലേയിങ് വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ കാര്യങ്ങള് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പൊ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെ, ടെമ്പറേച്ചർ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാറില്ലേ, ഉണ്ടോ? അതാണ് വൈറ്റൽസ്, സുപ്രധാനപ്പെട്ട. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? പിന്നെന്താ, ഇമ്മ്യൂണൈസേഷൻ സർവീസുകൾ കൊടുക്കാറുണ്ട് അല്ലേ, പ്രതിരോധ കുത്തിവെപ്പ് സർവീസുകൾ ലഭിക്കാറില്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്?
ഓക്കെ പറയാട്ടെ മിസ്. ഓക്കെ തരാട്ടോ, ഒരു മിനിറ്റ്. 4th പോയിന്റില്ലേ പറഞ്ഞേ, ഫോർ പ്രോപ്പർ ന്യൂ ബോൺ അതല്ലേ പറഞ്ഞേ? ഓക്കെ മിസ് പറയാട്ടോ. മിസ്സിന്റെ ക്യാമറ എന്തോ പറ്റിയിട്ടുണ്ട്, ഒരു മിനിറ്റ്. ലോ ബർത്ത് പറയാട്ടോ, ഒരു മിനിറ്റ്. ഇമ്മ്യൂണൈസേഷൻസ് ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റീസ്. എന്താണ്? ജന്മന എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോന്ന് അല്ലെ? ഇൻബോൺ ബേബീസിന് ജന്മന എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന്, ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. നെക്സ്റ്റ്, ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. അതല്ലേ ചോദിച്ചേ? മിസ്സിന്റെ ക്യാമറയിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട് കേട്ടാ, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഒരു മിനിറ്റ് കേട്ടാ, മിസ് നോക്കട്ടെ. അതിൽ 4th പോയിന്റ് പറയുന്നത് എക്സ്ട്രാ കെയർ. എക്സ്ട്രാ കെയർ എക്സ്പാ എന്നിട്ട് അതിൽ കിടക്കുന്നത്, അത് ക്ലിയർ ചെയ്യാം. എക്സ്ട്രാ കെയർ should be taken to the temperature in preterm and low birth baby. അതായത് എന്താണ്? പ്രിമേച്ചർ ബർത്ത് സംഭവിക്കാറില്ലേ ഇപ്പൊ 7 മാസം അല്ലെങ്കിൽ 8 മാസമൊക്കെ കഴിയുമ്പോൾ എന്താണ്? പ്രഷർ കൂടി കിട്ടും അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ആ ലേഡി പ്രഗ്നന്റ് വുമൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ബർത്ത് സംഭവിക്കാറില്ലേ? പ്രസവം നടക്കാറില്ലേ? ഡെലിവറി സിസേറിയനോ അല്ലെങ്കിൽ എന്താ അവരുടെ ഡെലിവറി. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അതല്ലെങ്കിൽ പ്രസവ സമയത്ത് വെയിറ്റ് കുറവ് വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവാറില്ലേ? ലോ ബർത്ത് വെയിറ്റ്, മിനിമം വെയിറ്റിലും വെയിറ്റ് കുറവ് വരുന്ന ബേബീസ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? എക്സ്ട്രാ കെയർ കൊടുക്കണം അല്ലെ? എക്സ്ട്രാ കെയർ കൊടുക്കണ്ടേ? ഷുഡ് ബി ടേക്കൺ ടു ദി ടെമ്പറേച്ചർ അല്ലെ? അവർക്ക് ചൂട് നിലനിർത്താനായിട്ട് അവര് ഇൻക്യുബേറ്ററിലൊക്കെ കിടത്താറില്ലേ കുഞ്ഞുങ്ങളെ? ചൂട് നിലനിർത്താൻ അവർക്ക് ആ മാസം എത്തുന്നവരെ ആ ചൂട് ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നൽകുക. ക്ലിയർ ആയത്? ലോ ബർത്ത് വെയിറ്റ് അതല്ലെങ്കിൽ പ്രിമേച്ചർ ബർത്ത് സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചൂട് നിലനിർത്തുന്നതിന് വേണ്ട എക്സ്ട്രാ കെയർ കൊടുക്കുക. ഇനി ഏതാണ്? മിസ്സിന്റെ ക്യാമറ ഓൺ ആവുന്നില്ല, മിസ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? സൗണ്ട് ഉണ്ടോപ്പാ? ഓക്കെ,
ഏതാണ് പറയാൻ പറ്റുന്നത്? ഷർഫി അല്ലേ പറയാൻ പറ്റുന്ന മിസ്സിന്റെ അടുത്ത്? ഏതാണ്? പ്രോട്ടോകോൾസ്. ഷെഫീന, ഓക്കെ. പ്രോട്ടോകോൾസ് അല്ലേ? ഏതാണ് പ്രോട്ടോകോൾസ്? പ്രോട്ടോകോൾ ഫോർ എൻട്രി ടു ദ ലേബർ റൂം ആണോ ഷെഫീന? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ആണോ? ഓക്കെ. The protocols for the labor ward offer explicit instruction for managing ward activities എന്താണ്? Ensuring the ward operates effectively and delivers excellent medical care to pregnant women. എന്തിനു വേണ്ടിയിട്ടാണ് ലേബർ റൂമിൽ പ്രോട്ടോകോൾസുകൾ ഉള്ളത്? നിയമങ്ങള് ഫോർ മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ് എന്നാണ്, വാർഡിലെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കറക്റ്റ് രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. എൻഷുറിംഗ് ദ വാർഡ് ഓപ്പറേറ്റ്സ് എഫിഷ്യന്റ്ലി അല്ലെ, വാർഡിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ. ഓരോന്നിനും ഓരോ നിയമങ്ങൾ കൊടുത്താൽ മാത്രല്ലേ, റൂൾസുകൾ കൊടുത്താൽ മാത്രല്ലേ കറക്റ്റ് രീതിയിൽ നടക്കുള്ളൂ. ഒന്നിനൊരു നിയമങ്ങളില്ലെങ്കിൽ എന്താണ് അതൊക്കെ ആവോ? നിയമങ്ങളും നിബന്ധനകളില്ലെങ്കിൽ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, വാർഡിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണെന്ന് എൻഷുർ ചെയ്യുന്നതിന്, ഉറപ്പുവരുത്തുന്നതിന്, ആൻഡ് ഡെലിവേഴ്സ് എക്സലന്റ് മെഡിക്കൽ കെയർ ടു പ്രഗ്നന്റ് വുമണിന് എക്സലന്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ലേബർ റൂമുകളില് പ്രോട്ടോകോൾസുകൾ നിലവിലുള്ളത്. അത് ക്ലിയർ ആയോ? These protocols are in regard to ഏതൊക്കെ പ്രോട്ടോകോളുകളാണ്? Administration and policies encompass the duties of and obligation of administrator and administrative and professional responsibilities. എന്താണ് obligation of administration? അഡ്മിനിസ്ട്രേഷനിലെ കടമകൾ അല്ലെ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടമകള്, അതല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ്, പ്രവർത്തനങ്ങള് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഓരോ പ്രൊഫഷണൽസിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ, ഓരോ ഉത്തരവാദിത്തങ്ങളല്ലേ ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് അല്ലെ, അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അവര് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കറക്റ്റ് രീതിയിൽ നടത്തുന്ന, അഡ്മിനിസ്ട്രേഷന്റെ പോളിസികളും പ്രവർത്തനങ്ങളും കറക്റ്റ് രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങള്? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ അല്ലെ, അഡ്മിഷന്റെ മാനദണ്ഡങ്ങള്. ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാല് ആ ഡെലിവറി റൂമിന്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള തിരക്ക് കുറയ്ക്കുക അല്ലെ. ഒരുപാട് പേഷ്യൻസ് വരാം, അവരോട് ഒരുപാട് റിലേറ്റീവ്സ് വരാം അല്ലെ. അപ്പൊക്ക് എന്ത് പറ്റും? ലേബർ റൂമിന്റെ അവിടെ അതല്ലെങ്കിൽ ലേബർ വാർഡുകളിലൊക്കെ എന്ത് പറ്റും? തിരക്കുകൾ വരുമോ? ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു വുമണിനെ കാണാനായിട്ട് ഒരുപാട് റിലേറ്റീവ്സ് വരാണ്. അപ്പൊ എന്ത് പറ്റും? അവിടെ ട്രാഫിക് വരുമോ? പിന്നെ ഒരുപാട് പേഷ്യൻസ് വരാണ്. അപ്പൊ എന്ത് വെച്ചോ? തിരക്ക് വരും അല്ലേ. എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയുള്ള ട്രാഫിക് കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് വാർഡ് റെഗുലേഷൻസ്. ലേബർ റൂമിലെ വാർഡിലെ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ പാലിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിക്കുക, എന്തെങ്കിലും അപകടങ്ങൾ, ഗ്യാസ് ലീക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ലേബർ റൂമിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ക്രിട്ടിക്കലായ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റുകള് ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസികൾ, അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ വരുന്ന പ്രോട്ടോകോളുകൾ. നെക്സ്റ്റ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? ദാറ്റ് കവേഴ്സ് ഇൻപേഷ്യന്റ് കെയർ അല്ലെ. ഇൻപേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ ഒ പിയിൽ വരുന്ന, ചെക്കപ്പിന് വരുന്ന വുമൺസ് ഉണ്ടാവുമല്ലോ, പ്രഗ്നന്റ് വുമൺസ്, ഡോക്ടേഴ്സിന്റെ കൺസൾട്ടൻസ്, അങ്ങനെയുള്ളത്. പിന്നെ എന്താണ്? മാനേജ്മെന്റ് ഓഫ് ലേബർ. എന്താണ്? ഡെലിവറിയുടെ സമയത്തുള്ള മാനേജ്മെന്റ്, ലേബർ റൂമിലെ മാനേജ്മെന്റുകള്. പോസ്റ്റ് മോർട്ടം കെയർ അല്ലെ. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കെയർ വേണോ, പരിചരണം വേണോ? വുമൺസിന് ഡെലിവറി കഴിഞ്ഞു, അതോടുകൂടി അവര് പരിചരണം കഴിഞ്ഞോ? ഇല്ല അല്ലെ. ഇപ്പൊ നമുക്ക് കേൾക്കാറുണ്ട് അല്ലെ, പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ അല്ലെ. അപ്പൊ മിക്ക ലേഡീസിലുള്ളതാണ് അല്ലെ പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ.
പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ, എന്താണ് ന്യൂ ബോൺ ബേബീസിന് വേണ്ട കെയേഴ്സ്, പരിചരണം, ഇതൊക്കെയാണ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ പ്രോട്ടോകോളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറയാട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ മിസ് എടുത്ത ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.